ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ശരിക്കൊരു ബ്യൂട്ടിഫുൾ മെമ്മറബിൾ ആൻഡ് സ്പെഷ്യൽ ഡേ തന്നെയാണ്. കാരണം ഞങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ പോയ ദിവസമാണെന്ന്. അതും ഈ മാസം 2ാമത്തെ പ്രാവശ്യമാണ്. ഒരാഴ്ച മുന്നേ പോയി തൊഴുതുവെങ്കിലും കണ്ണനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചുറ്റമ്പലത്തിൽ മാത്രമേ കയറി തൊഴാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വിഷമം കൂടെ തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ യാത്ര. തലേ ദിവസം തന്നെ എല്ലാം സെറ്റാക്കി വെച്ചു. 5 മണിക്ക് തന്നെ അലാം വെച്ച് എണീറ്റ് കുളിച്ചതിന് ശേഷമാണ് കുഞ്ഞിനെ വിളിച്ചത്. കുഞ്ഞിനെ വിളിക്കുന്നതിന് മുന്നേ ചേട്ടനെ പോയി വിളിച്ച് എണീപ്പിച്ചു. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് റെഡിയായി. വണ്ടി കയറിപ്പോയും കുഞ്ഞ് പിന്നെയും കിടന്നുറങ്ങി. പതിവില്ലാതെയാണല്ലോ ഇത്ര നേരത്തെ എണീക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഈ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറേ ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് പ്രതീക്ഷിച്ച പോലെ തൊഴാനും പറ്റിയില്ല. അപ്പം ആ വിഷമമൊക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെയും പോകാൻ തീരുമാനിച്ചു. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് റോട്ടിൽ അത്ര തിരക്കൊന്നുമില്ല കേട്ടോ. തൃശ്ശൂർ ശോഭ സിറ്റിയുടെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടേക്കൊന്ന് പോകണം എന്ന് വിചാരിക്കും. പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു മാരേജ് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ക്ലബ് ഹൗസിൽ പോയിട്ടുണ്ട്. ശോഭ സിറ്റിയിലേക്ക് തന്നെയായിട്ട് ഒരു ദിവസം പോകണം. കുഞ്ഞിന് ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ്. എത്തുന്ന വരെ ഉറക്കം തന്നെയായിരുന്നു. അവിടെ എത്തിയതിന് ശേഷമാണ് വിളിച്ചെണീപ്പിച്ചത്. ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം എത്താനും പറ്റി. 6:30 ഇറങ്ങി ഒരു 7:30 മുന്നേ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ നേരത്തെ ഇറങ്ങിയെങ്കിൽ പോലും അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടാവുമോ, ക്യൂ കുറേ നേരം നിൽക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ചിന്തിച്ചതിൽ നിന്ന് നേർ വിപരീതമായിട്ട് നല്ല തിരക്ക് കുറവായിരുന്നു. നീണ്ടു നിവർന്നുള്ള വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരിട്ട് ആ കമ്പിയുടെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ 2 ഫോണും വണ്ടിയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് പോയത്. ഇനി ക്ലോക്ക് റൂമിൽ വെക്കാനുള്ള ടൈമൊന്നും വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ തിരക്കും ക്യൂ ഒക്കെ കുറവായിരുന്നെങ്കിൽ പോലും അത്ര എളുപ്പത്തിൽ ഭഗവാനെ കാണാൻ നമുക്ക് പറ്റില്ലല്ലോ. എന്തെങ്കിലും ചെറിയ പരീക്ഷണമൊക്കെ നേരിടണ്ടേ. അപ്പം അങ്ങനെ ലഭിച്ച പരീക്ഷണമായിരുന്നു ഉദയാസ്തമന പൂജ. പക്ഷേ ആദ്യം പരീക്ഷണമായിട്ട് തോന്നിയ ഉദയാസ്തമന പൂജ തന്നെയാണ് നല്ല ദർശനം കിട്ടാനുള്ള ഒരു ഉപാധിയായിട്ട് മാറിയതും. ക്യൂവിൽ കയറിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് കേട്ടു, ഉദയാസ്തമന പൂജയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കില്ല. അത് നട അടച്ച് തുറന്ന് അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി കുറച്ചധികം നേരം നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് ക്യൂവിൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടൊക്കെ തന്നെ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുതിട്ടുള്ളത്. പക്ഷേ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് ആൾ റിയാക്ട് ചെയ്യുക എന്നുള്ളത് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിലും ചെറിയ കുട്ടികളെ കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടി ചില സമയത്ത് ടെററാവുമെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വിശപ്പിൻ്റെ ബുദ്ധിമുട്ടൊന്നും ആൾക്കില്ല. എന്നാലും കുറച്ച് മിഠായും ബിസ്ക്കറ്റൊക്കെ കയ്യിലുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ക്യൂ തുറന്നു. അകത്തേക്ക് കടന്നപ്പോൾ മുതൽ നല്ല രീതിയിൽ ഭഗവാനെ ദർശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ 2-3 തവണ നട അടച്ച് തുറന്നതുകൊണ്ട് കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. അവിടെ നിന്ന് നേരെ ഞങ്ങൾ മമ്മിയൊരു മഹാദേവനെ കാണാൻ പോയി. പക്ഷെ അവിടെ നട അടച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പ്രസാദൂട്ടും കഴിച്ചിട്ട് നേരെ പോയത് ചാവക്കാട് ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെ നട്ടുച്ച നേരത്ത് നല്ല വെയിലാണെങ്കിലും കുറേ പേരുണ്ടായിരുന്നു അവിടെ എൻജോയ് ചെയ്യാനായിട്ട്. ഞങ്ങൾ ചെന്ന് ഉപ്പിലിട്ട് ഒരു പേരയ്ക്ക് വാങ്ങി കഴിച്ച് വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോഴും ഐസ്ക്രീം കഴിക്കുന്ന കുഞ്ഞൻ ഉപ്പിലിട്ട ഐറ്റം ചോദിച്ചത് വിചിത്രമായിട്ട് തോന്നിയെങ്കിലും അവൻ്റെ സെലക്ഷൻ അടിപൊളിയായിരുന്നു. പേരയ്ക്ക ചെറിയ മധുരവും പുളിയൊക്കെ കൂടിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങളുടെ വീട് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ പകുതി വഴി എത്തിയപ്പോൾ അമ്മ വിളിച്ചു, പാർക്കിൽ കുഞ്ഞിനെ കയറ്റിയിട്ടൊക്കെ വന്നാൽ പോരേ ചോദിച്ചിട്ട്. അപ്പോൾ വെയിലാണെങ്കിലൊന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ കടന്നതാണ് അങ്ങോട്ട്. പക്ഷേ വെയിലിനെയൊക്കെ മറികടന്ന് കുഞ്ഞ് നല്ല കളിയായിരുന്നു. പിന്നെ ഇച്ചിരി വലുതായതുകൊണ്ട് നമ്മൾ പിന്നാലെ നടന്ന് കയറ്റി ഇറക്കി അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കുഞ്ഞ് തന്നെ കളിച്ചോളും. നമ്മളൊന്ന് കൂടെ ചെന്നാൽ മാത്രം മതി. ശരിക്കും 3 വയസ്സ് കഴിഞ്ഞാൽ ഇതിലൊക്കെ കയറ്റാൻ പാടുള്ളൂ എന്നാണ്. പക്ഷേ അവിടെ കൊണ്ടുപോയാൽ കയറാതിരിക്കില്ലല്ലോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. പക്ഷെ അത് പ്രശ്നമായിട്ട് തോന്നിയത് ഈ സ്ലൈഡാണ്. കാരണം ഇഴുകി വന്ന് ഒറ്റയിരുപ്പിന് ആൾ താഴെ എത്തുകയാണ്. അപ്പോൾ ആ വീഴ്ചയിൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ ആളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾ ഓടി നടന്ന് കളിച്ചു. ഊഞ്ഞാലാടുക എന്നുള്ളത് ഇപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പണിയായി മാറി. ആദ്യം തീരെ ചെറുതായിരുന്നപ്പോൾ ഊഞ്ഞാലിൽ മാത്രമേ ആളെ കയറ്റാറുള്ളൂ. ആ പ്രൊട്ടക്ഷനുള്ള ഊഞ്ഞാലിൽ അതിൽ കയറ്റിയിരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ആടിക്കോളും. വേറെ ഒന്നിലും കയറാനുള്ള പ്രായമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഓടി നടന്ന് സ്വന്തം ഇഷ്ടത്തിന് എല്ലായിടത്തും കളിക്കുന്നുണ്ട്. നമ്മളൊന്ന് കെയർ ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനാണ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം കുറേ സമയം പറഞ്ഞാലേ ആൾ വരുള്ളൂ. അതെല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ഐസ്ക്രീമും വാങ്ങിക്കൊടുത്തു. വീടെത്തിയ വഴിക്ക് കുഞ്ഞിൻ്റെ ലക്ഷ്യം ഐസ്ക്രീമായിരുന്നു. ഞങ്ങളുടെ ലക്ഷ്യം അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമായിരുന്നു കേട്ടോ. പായസവും കഴിച്ച് ഞാനും കുഞ്ഞിനും ചെറുതായിട്ടൊന്ന് മയങ്ങി. അങ്ങനെ ഉറങ്ങി എണീറ്റ വഴി ചായയൊക്കെ കുടിച്ച് പിന്നെ പതിയെ ഭക്ഷണം കഴിച്ച് പിന്നെയും ഉറക്കത്തിലേക്ക്. അങ്ങനെ ഇന്നത്തെ ദിവസം കംപ്ലീറ്റായി. അപ്പോൾ ഗുരുവായൂരിന് പോകുമ്പോൾ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിൽ പോവാതിരിക്കൊന്നും വേണ്ട കേട്ടോ. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഞങ്ങളുടേതുപോലെ നല്ല ദർശനം കിട്ടിയാലോ.
എപ്പോഴും ഒരുപോലെ ആവണമെന്നൊന്നുമില്ല. ഇനി ചെല്ലുമ്പോൾ ഇതുപോലെ ഞങ്ങൾക്കൊരു ദർശനം കിട്ടും എന്ന് ഉറപ്പൊന്നുമില്ല. കിട്ടണം എന്നാണ് പ്രാർത്ഥന. എല്ലാം ഭഗവാന്റെ കൈകളിലാണ്. നമ്മൾ അവിടെ എത്തിച്ചെല്ലുന്നതും നമുക്ക് കൃത്യമായ രീതിയിൽ ദർശനം കിട്ടുന്നതൊക്കെ ഭഗവാൻ വിചാരിക്കുന്ന പോലെ നടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. എന്നാലും ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ നല്ലൊരു ദിവസമായിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള യാത്രയും ദർശനവും എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ളൊരു ദിവസം. അപ്പം ഇനി ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.